നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരമുണ്ടാകും. പ്രതീക്ഷിച്ചതിലുപരി സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടുവാനുമുള്ള അവസരമുണ്ടാകും. എന്നാൽ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനം, സ്വസ്ഥത എന്നിവ ഉണ്ടാകും. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കുമെന്ന ധാരണ ഒന്നും ഉണ്ടാവാതെ തന്നെ ചില കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം ചൊൽപ്പടിയിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ചും അതിനെ യുക്തിപൂർവ്വം സമീപിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിന്നും വരുമാന മാർഗം ഉണ്ടാകും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്ന സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരികളും ഉടമസ്ഥരും ഏൽപ്പിക്കുന്നതായുള്ള പദ്ധതികളെല്ലാം തന്നെ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ 1.5 വർഷത്തിന്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളായിരിക്കാം. എന്നിരുന്നാൽ പോലും ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും പ്രസ്ഥാനം അവലംബിക്കുന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പലപ്പോഴും സ്വതസിദ്ധമായിട്ടുള്ള ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉയരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും പരിശീലനം ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മത്സരരംഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അബദ്ധങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കും. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാനിടവരും. കുടുംബ തർക്കത്തിന് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനായിട്ടും കണ്ടെത്തുവാനുമായിട്ട് മധ്യസ്ഥരുടെ സഹായം വേണ്ടിവരുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുക എന്ന സങ്കല്പത്തോടുകൂടി തന്നെ ഒരുപക്ഷെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി മാത്രമേ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് ഭൂമി വിൽപ്പന നിർത്തിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ചർച്ചകളും യാത്രകളും ഫലപ്രദമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും ആരാധനാലയത്തിലെ വിശേഷ അവസരങ്ങളിലും പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന്റെ അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനും അവസരം വന്നു ചേരും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വികസ്വര രാജ്യത്തിലേക്ക് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ഒരുപക്ഷെ ഫെബ്രുവരി മാസത്തിൽ അധ്യയന വർഷത്തിൽ പ്രവേശനം തക്കവണ്ണം അവസരം വന്നു ചേരുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ബന്ധുമിത്രാദികളുടെ നിർബന്ധത്താലോ സുഹൃത്തുക്കളുടെ നിർബന്ധത്താലോ വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാനും സാധ്യതയുണ്ട്. അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരും എന്ന ധാരണയോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ എല്ലാം മംഗളകരമായിട്ട് പര്യവസാനിപ്പിക്കാൻ സാധിക്കും.
കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കും യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. അവധി ദിനങ്ങളിലും 1-2 മണിക്കൂർ സ്ഥാപനത്തിന്റെ ഒരു വിഹക വീക്ഷണം എന്നുള്ള നിലയിൽ വേണ്ടി വരുന്നത് വഴി അതെല്ലാം ആസ്വദിച്ചും കൊണ്ട് ഭാരമെന്ന തോന്നലില്ലാതെ ജോലിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം മംഗളകരമായിട്ട് ചെയ്തു തീർക്കുവാനും തന്മൂലം ജനുവരിയിൽ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനും പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ ഔദ്യോഗിക തലത്തിൽ പുതിയ സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ഒരുപക്ഷെ ഉദ്യോഗസ്ഥലത്തിനോടനുബന്ധമായിട്ട് താൽക്കാലികമായിട്ടുള്ള താമസത്തിന് സൗകര്യപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് മാസത്തിലൊരിക്കലും ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി ദൂരദേശത്ത് താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങളും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി 2025 അതിന് തക്കവണ്ണം ക്രമീകരിക്കാം എന്ന ധാരണ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിന് സ്വരൂപിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ ആവശ്യത്തിന് ഒരുപക്ഷെ ഒരു 6 മാസത്തിനുള്ളിൽ 6 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാം എന്ന ധാരണയോടുകൂടി സുഹൃത്തുക്കളെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളൊക്കെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. മനസ്ഥിതിയൊക്കെ നല്ലതാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന ധാരണ ഉണ്ടാവേണ്ടതാണ്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും വേണ്ടി വരുമെങ്കിൽ പോലും നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ തുടരുക തന്നെയായിരിക്കും നന്നാവുക. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന ധാരണയോടുകൂടി തന്നെ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അർദ്ധ മനസ്സോടുകൂടിയാണ് ഉപരിപഠനത്തിൽ ചേരുവാൻ അവസരം ഉണ്ടാകുന്നത്. വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പദ്ധതികൾ സമർപ്പിക്കുവാനും അന്തിമമായിട്ട് ആനുകൂല്യങ്ങളും അംഗീകാരവും പ്രോത്സാഹന സമ്മാനവും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചിത്രം, വര, ശില്പവിദ്യ, കല, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പ്രദർശിപ്പിക്കാനും ആശയങ്ങൾ അവലംബിക്കുവാനും കലാ മത്സരങ്ങളിൽ അവതരിപ്പിക്കുവാനും സാധിക്കും. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട്. സ്വന്തം പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും അതിനുവേണ്ടി യാത്രകൾ പോലും വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പല പ്രകാരത്തിലുമുള്ള ബന്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഒരു യോഗം കാണുന്നു. ഭാരതീയ ശാസ്ത്രശാഖകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. ആർഭാടങ്ങൾക്ക് മക്കൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അർത്ഥവ്യാപ്തിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പരസ്പര വിശ്വാസത്തോടുകൂടി പുതിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഡിസംബർ മാസത്തിൽ മാത്രമല്ല, ഇനിയുള്ള 6 മാസത്തേക്കും ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 2025, 2026 കാലങ്ങളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി
പുതിയതായുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കീഴ്വഴക്കം മാനിച്ചുകൊണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. എന്നാൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരുപക്ഷെ 6 മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ ഇടവരും. ജോലി ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖല ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുവാനും, കഴിഞ്ഞ 6-7 മാസമായിട്ട് പല കാര്യങ്ങളും ശ്രമിക്കുന്നു, എന്നാൽ അതൊന്നും നേടാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ഇനിയും അതെല്ലാം ഉപേക്ഷിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും നിലവിലുള്ള ജോലിയിൽ തുടരുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകൾ വേണ്ടി വരുവാനിടവരും. ഒരുപക്ഷെ സാംക്രമിക രോഗങ്ങൾ, ചിലർക്ക് ജീവിതശൈലി രോഗങ്ങൾ, മറ്റു ചിലർക്ക് പകർച്ചവ്യാധിയുടെ അനന്തരമായിട്ടുള്ള ഫലം, ഇങ്ങനെ പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാനും 1-2 ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. അവധി ദിനങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വരുന്ന മാർച്ച് മാസത്തിൽ കൂടുതൽ ദിവസം അവധിയെടുക്കുവാനും, ഈ ഡിസംബർ മാസത്തിൽ മനസ്സിൽ വിചാരിച്ചിരുന്ന പുണ്യതീർത്ഥ യാത്രകളെല്ലാം തന്നെ മാർച്ച് മാസത്തിലേക്ക് മാറ്റിവെക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പലപ്പോഴും സ്വന്തം ആശയങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർ അത് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ഒരു ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ എല്ലാം സമയബന്ധിതമായിട്ടും ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ഭംഗിയാക്കി തീർക്കുവാൻ സാധിക്കുവാനിടയുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സാമ്പത്തിക വരുമാനം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കരാർ ജോലികളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. ഇതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഡിസംബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ ഔപചാരികമായിട്ട് ഔദ്യോഗിക തലത്തിൽ മറ്റൊരു വിഭാഗത്തിലേക്ക് അഥവാ ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഡിസംബർ മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സരരംഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും അനുകൂലമായ വിജയം കൈവരിക്കാനിടയുണ്ട്. സജ്ചിന്തകളാൽ, സജ്ജന സംസർഗത്താലും സജ്ചിന്തകളാലും വിപരീതമായിട്ടുള്ള പല ചിന്തകളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായി തീരുന്നതിന്റെ വെളിച്ചത്തിൽ വിപുലീകരണത്തിന്റെ പാതയിൽ പ്രവർത്തിക്കുവാനും ജനുവരിയിൽ തുടക്കം കുറിക്കാനും അവസരമുണ്ടായിത്തീരും. നിലവിലുള്ള ജോലിയിലിരുന്നു കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടായിത്തീരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വിലപ്പെട്ട സമയം വിലയിരുത്തുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തീരുമാനിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഒരുപക്ഷെ ഏപ്രിൽ മെയ്യോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വാസ്തുശാസ്ത്ര പ്രകാരം പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ട് പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് പല ജോലിക്കാർക്കും പരിശീലനം നൽകുവാനും ചിലരെ പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പിതാവിനും പിതൃബന്ധികൾക്കും അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി സ്വല്പം ആശങ്ക ഉണ്ടായിത്തീരും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനാണ് എന്ന് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ഇടവരുമെങ്കിൽ പോലും
ഒരുപക്ഷെ സാമ്പത്തികമായുള്ള അനുഭവത്തിനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സാമ്പത്തിക ശേഷി നേട്ടം കുറവുള്ള കരാർ ജോലികളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. എന്നാൽ കരാർ ജോലികളുടെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു കൊടുക്കാം, അത് ഗുണകരമായി തീരുവാൻ യോഗമുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഒരു പരിധിയിലധികം അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പദ്ധതി സമർപ്പണത്തിന് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളും തിരസ്കരണ അവസ്ഥാവിശേഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പുനഃസമർപ്പണം ചെയ്യുന്നതിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം നിർബന്ധപൂർവ്വം പിന്മാറേണ്ടതാണ്. പ്രതിഫലേച്ഛ കൂടാതെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള അവസരം ഒരുപക്ഷെ മാതാപിതാക്കളുടെ അനുഗ്രഹാശംസകളോടുകൂടി ആയിരിക്കാം, ഗുരുകാരണവന്മാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. ശുഭപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പുത്രപൗത്രാദികൾ അവധിയെടുത്ത ഡിസംബർ മാസത്തിൽ വന്നു ചേരുന്നത് വഴി വളരെ ആഹ്ലാദാന്തരീക്ഷം കുടുംബത്തിൽ വന്നു ചേരും. പലപ്പോഴും നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മകളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം, പല കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം വളരെ ശുഭകരമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രധാന തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും ഉപദേശം സ്വീകരിക്കുവാനുമുള്ള അവസരത്തെയും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ഡിസംബർ മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.